ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ ആഴ്ച നാം ധ്യാനിക്കുന്ന ചിന്താവിഷയം വിശുദ്ധ മാമോദീസ, കർത്താവിനോടും സഭയോടും ചേരുക. ഹോളി ബാപ്റ്റിസം യുണൈറ്റിംഗ് വിത്ത് ക്രൈസ്റ്റ്. അതിന് ആസ്പദമായി നാം ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് മാമോദീസ? മാമോദീസ എന്ന വാക്ക് സുറിയാനി ഭാഷയിൽ നിന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം സ്നാനം, ശുദ്ധീകരിക്കുന്നതിന് വെള്ളം തളിക്കുക എന്നതാണ്. പഴയ നിയമകാലം മുതൽ ഒരു വ്യക്തിയെ ഇസ്രായേൽ ജനതയിൽ ഒരു അംഗമായി ചേർക്കുന്ന പ്രക്രിയയായിരുന്നു പരിച്ഛേദന. എന്നാൽ പുതിയ നിയമകാലങ്ങളിൽ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിനായി സ്നാനം കഴിപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ഇതിനെക്കുറിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഈ ഉപരിയായ ഒരു അർത്ഥതലം യേശു നിക്കോദിമോസിനുമായി സംഭാഷിക്കുന്ന ഈ വേദഭാഗത്തിൽ പഠിപ്പിക്കുന്നു. പിൽക്കാലത്തിൽ മാമോദീസ എന്ന കൂദാശയിൽ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തോടനുബന്ധിച്ച് പാപങ്ങളിൽ നിന്നുള്ള വിടുതലും പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിൻ്റെ ഉറപ്പും നിത്യജീവൻ്റെ പ്രത്യാശയുടെ അടയാളവുമായി സഭയോട് ചേരുന്ന ഒരു കൂദാശയായി മാറി. എന്നാൽ മാമോദീസയിലൂടെ ക്രിസ്തുവിനോട് യഥാർത്ഥത്തിൽ എങ്ങനെ ചേരുവാൻ സാധിക്കും? ഇതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഞാൻ വായിച്ചുകൊള്ളട്ടെ. അതിന് യേശു: ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമേ, നിന്നോട് ചേരുവാൻ മാമോദീസ എന്ന കൂദാശ നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. നിന്നോട് ചേരുവാനും നിന്നിലുള്ള നിത്യജീവൻ്റെ അനുഭവത്തിൻ്റെ അവകാശിയായി തീരുവാനും നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അർത്ഥമായ പ്രഭാഷണങ്ങൾ നാം കാണുന്നു. ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവർ പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുന്നു. യഹൂദരിൽ പ്രമാണിയായ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിനരികെ വന്ന് സംഭാഷണം നടത്തുന്നു. ഒരു രീതിയിൽ ഇത് പരീശന്മാരുടെ സമൂഹം യേശുവുമായി നടത്തുന്ന ഒരു സംഭാഷണമായി കാണാം. ഇതിൽ നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. 1. പാപമോചനത്തിൻ്റെ അടയാളമാണ് മാമോദീസ. സംഭാഷണം ആരംഭിക്കുന്നത് നിത്യജീവനെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രസ്താവനയോടെയാണ്. വെള്ളത്താലും ആത്മാവിനാലുള്ള ജനനം നിത്യജീവന് അനിവാര്യമാണെന്ന് യേശു പറയുന്നു. ഇത് തന്നെ 3-ാം വാക്യത്തിൽ പുതുതായി ജനിക്കണം എന്ന് യേശു പറയുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഇതിന് അനോഥേൻ എന്ന് 2 അർത്ഥമുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു അർത്ഥം വീണ്ടും, അതാണ് എഗെയിൻ എന്ന അർത്ഥമാണ്. ഇത് സമയം അല്ലെങ്കിൽ കാലത്തെ സൂചിപ്പിക്കുന്നു. ബോൺ അഗെയിൻ വിത്ത് റിഗാർഡ് ടു ടൈം. 2-ാം അർത്ഥം ഉയരത്തിൽ, ഫ്രം അബവ് എന്നാണ് അർത്ഥമാണ്. ഇത് സ്ഥലം അല്ലെങ്കിൽ ഇടം എന്നതിനെ സൂചിപ്പിക്കുന്നു. ബോൺ ഫ്രം അബവ് വിത്ത് റിഗാർഡ് ടു സ്പേസ്. ഈ 2 അർത്ഥങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കിയാണ് ഈ വാക്യങ്ങൾ വായിക്കേണ്ടത്. യേശു ഇതിൻ്റെ മാർഗമാണ് വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുക എന്ന് പറയുന്നത്. വെള്ളത്താലും ആത്മാവിനാലുള്ള ജനനം, അതാണ് മാമോദീസായുടെ അടിസ്ഥാനം.
വെള്ളം ജീവൻ്റെ അടയാളമാണ്. എല്ലാ ജനനവും നടക്കുന്നത് വെള്ളത്തിൽ നിന്നാണല്ലോ. ആത്മാവെന്നതോ പുതിയ സൃഷ്ടിയുടെ അടയാളമാണ്. ആത്മാവ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടി പ്രക്രിയയുടെ ആരംഭത്തിൽ പരിവർത്തിച്ചു. വെളിപ്പാട് 22-ാം അധ്യായത്തിലും എല്ലാത്തിനെയും പുതുതാക്കുന്നത് ആത്മാവാണ്. ആയതിനാൽ മാമോദീസ പാപത്തെ വിട്ട് ക്രിസ്തുവിനോട് ചേരുന്ന പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ്. അതിൻ്റെ ആദ്യ പടി എന്നത് പാപമോചനമാണ്. അതുകൊണ്ട് നിത്യജീവനിലേക്ക് നയിക്കുന്ന വാതായനമാണ് മാമോദീസ. മാമോദീസയിലൂടെ ഒരു പരസ്യമായ പാപമോചനത്തിൻ്റെ പ്രഖ്യാപനമാണ് നടത്തപ്പെടുന്നത്. ആയതിനാൽ മാമോദീസ നമ്മെ ഒരു പാപരഹിത ജീവിതത്തിലേക്ക്, സാക്ഷ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാമതായി, സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ് മാമോദീസ. യേശു പാപമില്ലാത്തവനായിരിക്കുമ്പോഴും യോഹന്നാൻ്റെ മാനസാന്തരത്തിൻ്റെ മാമോദീസ സ്വീകരിച്ചു. എന്തിന്? യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. അതായത് പാപികളായ മനുഷ്യവർഗത്തോട് യേശു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് തൻ്റെ മാമോദീസയിലൂടെയാണ്. നാം എല്ലാവരും സമൂഹത്തിൽ നിന്ന് അകലപ്പെട്ടവരായിട്ടല്ല, പിന്നെയോ ഐക്യമത്യപ്പെടാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ 3:16 തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം ലോകത്തെ അതിൻ്റെ പൂർണ്ണതയോടെയാണ് സ്നേഹിച്ചത്. അതിൻ്റെ എല്ലാ ബലഹീനതകളോടെ, എല്ലാ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സോടെയാണ് ദൈവം സ്നേഹിച്ചത്. യോഹന്നാൻ 1:16 വചനം ജഡമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം കൂടാരവാസികളായ നമ്മോടൊപ്പം തൻ്റെ കൂടാരമടിച്ച് നമ്മോട് കൂടെ യാത്ര ചെയ്ത് നമ്മുടെ എല്ലാ അനുഭവങ്ങൾക്കൊപ്പം നിന്നു എന്ന് അർത്ഥമാകുന്നു. അതുകൊണ്ട് ദൈവം സ്നേഹിച്ച ഈ ലോകത്തെ നമുക്ക് ത്യജിക്കുവാൻ അവകാശമില്ല. ദൈവത്തിൻ്റെ മക്കളായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ചെയ്തതുപോലെ നാമും ലോകത്തെ സ്നേഹിക്കുവാൻ സാധിക്കണം. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിലെ പാപത്തെ സ്നേഹിച്ചു എന്നല്ല, പാപികളെ സ്നേഹിച്ചു എന്നാണ്. മാമോദീസയിലൂടെ നമുക്ക് നിത്യജീവൻ്റെ അവകാശം ലഭിക്കുന്നുവല്ലോ. അതാണ് സ്വർഗത്തിൻ്റെ അനുഭവം. സ്വർഗത്തിൻ്റെ അനുഭവം എന്നാൽ ഒറ്റപ്പെടൽ അല്ല, എല്ലാ ദൈവമക്കളോട് കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ്. അതുതന്നെയാണ് സഭയെ അടയാളപ്പെടുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ കഴിഞ്ഞ് നമുക്ക് ആ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. 2 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത്. 1, പാപമോചനത്തിൻ്റെ അടയാളമാണ് മാമോദീസ. 2, സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ് മാമോദീസ. മാമോദീസയിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവസഭയായി കർത്താവിനെ ആരാധിച്ച് പുകഴ്ത്തി ദൈവനാമ മഹത്വത്തിനായി ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.